നൂറുകണക്കിന് രാജാക്കന്മാരെ നിലയ്ക്ക് നിർത്തിയാണ് സർദാർ പട്ടേൽ ഇന്ത്യ രൂപീകരിച്ചത്. ഇന്ദിരാഗാന്ധി പിന്നീട് പ്രിവി പേഴ്സ് നിർത്തലാക്കി. എന്നാലും പല രാജാക്കന്മാരും പണ്ടുതൊട്ടേ രാഷ്ട്രീയത്തിലുണ്ട്. കൂടുതൽ ഉണ്ണാൻ ഇത്തവണ എല്ലായിടത്തും പോരിനിറങ്ങുന്നു പഴയ അധിപന്മാർ. ഇന്ത്യ ചരിത്രം മാറ്റിയെഴുതി ഇന്ത്യയെ കൊള്ളയടിക്കാൻ വെള്ളക്കാർക്ക് വഴിയൊരുക്കിയ കൃഷ്ണചന്ദ്ര റോയിയുടെ പിന്മുറക്കാരി അമൃത റോയ് കൃഷ്ണനഗറിലെ സ്ഥാനാർത്ഥിയാണ്. അന്ന് രാജാവ് കൂറുമാറിയത് ഹിന്ദുക്കളെ രക്ഷിക്കാനാണെന്നാണ് ഇപ്പോഴത്തെ ചരിത്രാഖ്യാനം. മൈസൂരിൽ യദുവീര കൃഷ്ണദത്ത ചാമരാജ വൊഡയാർ ഇത്തവണ വോട്ട് നേടും. രാജസ്ഥാനിലെ രാജസമുന്ദിൽ പഴയ മേവാർ രാജവംശത്തിൽ നിന്നുള്ള രാജ്ഞി മഹിമ കുമാർ പോർക്കളത്തിലുണ്ട്. രാജ്പുത് വോട്ടുകളാണ് ലക്ഷ്യം. കിഴക്കൻ ത്രിപുരയിൽ കൃതി ദേബബർമനാണ് ഇത്തവണ രംഗത്ത്, പഴയ മാണിക്യ രാജവംശത്തിലെ പുതുമുറക്കാരി. ഒഡീഷയിലെ കാളഹന്ദിയിൽ മാളവിക കേസരി ദേവും ബോലാംഗീറിൽ സംഗീത കുമാർ സിംഗ് ദേവും പോരിനിറങ്ങും. രണ്ടും പണ്ടത്തെ രാജപാരമ്പര്യം. പട്യാലയിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ പത്നി പ്രണീത് കൗർ മത്സരിച്ചേക്കും. ജ്യോതിരാദിത്യ സിന്ധ്യ ഗുണയിൽ നിന്ന് വീണ്ടും ജനവിധി തേടും. മധ്യപ്രദേശിലെ ജലാവറിൽ ധോയ്പൂർ രാജവംശത്തിലെ ദുഷ്യന്ത് സിംഗും മഹാരാഷ്ട്രത്തിൽ ഛത്രപതി ശിവജിയുടെ വംശത്തിലെ ഉദ്യാൻ രാജെ ബോൻസ്ലെ സത്താറയിലും മത്സരിക്കുന്നുണ്ട്. ഇവരെയൊക്കെ ലോക്സഭയിൽ എത്തിക്കാൻ ഒരുങ്ങുന്നത് BJP ആണ്. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ജയിച്ചെത്തിയാൽ പിന്നെ MP-മാർ പൊതുവെ രാജാക്കന്മാരാണ്. ഇത്തവണ പഴയ തഴമ്പുമായി സഭയിലെത്തുന്നവരുടെ എണ്ണം കൂടിയേക്കും. രാജാക്കന്മാർക്കും രാജ്ഞിമാർക്കും വേണ്ടി പ്രചാരണം നടത്തുമ്പോൾ നമ്മൾ മറക്കുന്നത് നമ്മൾ അടിമകളായി ജീവിച്ച കാലമാണ്. അക്കാലം ഈ രാജാക്കന്മാർ ഏറെക്കുറെ എല്ലാവരും തന്നെ വെള്ളക്കാർക്ക് വേണ്ടിയായിരുന്നു ഭരിച്ചത്. ജനാധിപത്യത്തിലും രാജാക്കന്മാർ തിരിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.